ചെർപ്പുളശ്ശേരി കാക്കത്തോട് പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയി. വെള്ളക്കെട്ട് ഭീഷണിയെ തുടർന്ന് റോഡ് പൂർണ്ണമായും പൊളിച്ചു നീക്കിയെന്ന് പി മമ്മിക്കുട്ടി MLA അറിയിച്ചു. കാലവർഷം മുന്നിൽ കണ്ട് വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെയാണ് സമാന്തര റോഡ് നിർമ്മിച്ചതെന്ന് ആക്ഷേപമുണ്ട്. മുണ്ടൂർ തൂതപാതയുടെ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കാക്കത്തോട് പാലവും പുനർനിർമ്മിക്കുകയാണ്. പാലത്തിന് സമാന്തരമായി തോട് മണ്ണിട്ട് നികത്തി നിർമ്മിച്ച താൽക്കാലിക റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോയിരുന്നത്. വെള്ളം ഒഴുകിപ്പോകുന്നതിനായി ഒരു ഓവുചാലാണ് ഇട്ടിരുന്നത്. ഇതിന് താങ്ങാനാവാത്ത വെള്ളം വന്നതോടെ റോഡിന് മുകളിലൂടെ വെള്ളം ഒഴുകി. തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ സമാന്തര റോഡ് പൂർണ്ണമായും തകരുകയായിരുന്നു. വെള്ളക്കെട്ട് ഭീഷണിയെ തുടർന്ന് റോഡ് പൂർണ്ണമായും നീക്കുകയായിരുന്നുവെന്ന് പി മമ്മിക്കുട്ടി MLA അറിയിച്ചു. കാലവർഷം മുന്നിൽ കണ്ട് വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെയാണ് സമാന്തര റോഡ് നിർമ്മിച്ചതെന്ന് ആക്ഷേപമുണ്ട്. പാലം നിർമ്മാണം നേരത്തെ തുടങ്ങിയിരുന്നുവെങ്കിലും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. സ്കൂളുകൾ തുറക്കുന്ന ഈ സമയത്ത് ഈ യാത്രാ ദുരിതം നാട്ടുകാരെ ഏറെ വലയ്ക്കുകയാണ്. ആശുപത്രി ആവശ്യങ്ങൾ ഉണ്ടായാൽ കിലോമീറ്ററുകൾ ചുറ്റിവളഞ്ഞേ എത്താനാകൂ. ദീർഘദൂര യാത്രക്കാർ ഇവിടെ എത്തി തിരിച്ച് മറ്റു വഴികളിലൂടെ പോകേണ്ട സ്ഥിതിയുണ്ട്. മഴ മാറി വീണ്ടും ഗതാഗത സൗകര്യം ഒരുക്കിയാലേ പ്രശ്നത്തിന് പരിഹാരമാകൂ. ഇനി എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരുമെന്ന് പറയാനാകില്ല. പുതിയ പാലത്തിനു മുകളിലൂടെ ആളുകൾക്ക് നടന്നു പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് വരുന്ന ബസ് ഇറങ്ങി യാത്രക്കാർ ഇതുവഴിയാണ് ടൗണിലേക്ക് നടന്നു പോകുന്നത്. ഒറ്റപ്പാലം പട്ടാമ്പി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ മാങ്ങോട് തൃക്കടീരി റോഡ് വഴിയും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ വെള്ളിനേഴി വഴിയുമാണ് തിരിച്ചുവിടുന്നത്. CCN ചെർപ്പുളശ്ശേരി.